ഫാമിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. എത്രയോ കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ പോയിന്റിലെത്തി. എന്തുകൊണ്ട് പറയുന്നില്ല? പ്രിവിലേജ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ശക്തിയില്ല എന്നല്ല, ഇതിന്റെ അർത്ഥം പോലും മനസ്സിലാകാത്തതാണ് പ്രശ്നം. ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സ്ത്രീ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ വളച്ചൊടിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സംഭവിക്കുന്നില്ലേ? പുരുഷന്മാരുണ്ടാക്കി വെച്ച പാട്രിയാർക്കൽ സിസ്റ്റം തന്നെയാണ് നിങ്ങൾക്ക് തിരിഞ്ഞു കൂത്തുന്നത്. അത് എന്ന് മാറണമെന്ന് പുരുഷന്മാർ തന്നെ ചിന്തിക്കണം. ഒരു സ്ത്രീ ലൈംഗിക ആക്രമണത്തിന് ഇരയായി എന്നുള്ള വാർത്ത വന്നാൽ അതിന്റെ കമന്റ് ബോക്സിൽ അവൾ എന്തിനാ അവിടെ പോയത്, അവൾ എന്ത് ഡ്രസ്സാ ഇട്ടത്, ഇങ്ങനെയാണ് കമന്റുകൾ വരിക. തിരിച്ച് ഒരു പുരുഷനെ ഒരു സ്ത്രീ ലൈംഗികമായി ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നാൽ അതിന്റെ കമന്റ് ബോക്സ് എന്താണ്? അവന്റെ ഭാഗ്യം, അവന്റെ ഒക്കെ ഒരു സമയം. ആദ്യം പുരുഷന്മാരുടെ വാല്യൂ പറഞ്ഞ് നിങ്ങൾ ആ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അമിതമായിട്ടുള്ള ആരും മറച്ചു വെക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പെണ്ണ് കിട്ടാനില്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതായത് മിക്ക പുരുഷന്മാർക്കും ഇപ്പോൾ പെണ്ണ് കിട്ടാനില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു പ്രണയരംഗമോ അങ്ങനെ എന്തെങ്കിലും റീലോ കാണുന്ന സമയത്ത് അതിനുള്ള ഒരു കമന്റ് എങ്കിലും വരും, ഇല്ലേ? നമുക്ക് പെണ്ണില്ലടാ, ഇത് വരും. എന്തുകൊണ്ടായിരിക്കും ശരിക്കും പെണ്ണ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും? സ്ത്രീകളുടെ ക്വാളിറ്റി കൂടിയത് കൊണ്ടാണ്. ഈ പറഞ്ഞ അവർ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ബാറിന് താഴെ നിന്ന് പുരുഷന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സ്ത്രീകൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ അതിന് താഴോട്ട് നിൽക്കുന്ന പുരുഷന്മാർക്ക് വെറുതെ നിൽക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കറക്റ്റായിട്ടൊരു പോയിന്റ് തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കണം, പുരുഷന്മാര് പെണ്ണിനെ വേണ്ടെന്ന് വെക്കാതെ പുരുഷന്മാരും പറയാണ് കല്യാണം വേണ്ട. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ നോട്ട് ഓൾ മെൻ, ഞാൻ ഈ പറഞ്ഞത് എല്ലാ പുരുഷന്മാരും ഇങ്ങനെയോ എല്ലാ സ്ത്രീകളും ഇങ്ങനെയോ എന്നല്ല. നല്ല പുരുഷന്മാരുണ്ട്, അവര് ഇപ്പൊ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് വേണമെന്നും വേണ്ടെന്നും തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ബേസിക്കലി ഒരു പരിധിവരെ എല്ലാവർക്കും ഒരു തീരുമാനം, ഇപ്പൊ എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എൻ്റെ കൂടെയുള്ള പാർട്ട്ണറിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, ഫ്യൂച്ചറിൽ എനിക്ക് എന്താണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു പാർട്ട്ണർ വന്നാലേ റിലേഷൻഷിപ്പിലാകുന്നുള്ളൂ, അല്ലെങ്കിൽ വിവാഹം എന്നൊരു കാര്യത്തിലേക്ക് പോകുന്നുള്ളൂ എന്ന് എല്ലാവരും തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ 90s കിഡ്സ് പലരും അവിവാഹിതരായി തുടരുന്നത്. എന്നാലും ഇപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മിക്കവാറുള്ള സോഷ്യൽ മീഡിയയിൽ പല ഇൻഫ്ലുവൻസേഴ്സും കൂടുതലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കെ പുരുഷന്മാരും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പുരുഷന്മാര് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ പലരും അത് തുറന്നു പറയാൻ മടിക്കുന്നു. പുരുഷന്മാർക്ക് സൊസൈറ്റി പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സൊസൈറ്റി തന്നെ കൊടുത്ത പ്രശ്നങ്ങളാണ്. പുരുഷന്മാർക്ക് പലതും പുറത്തു പറയാൻ മടിയോ നാണക്കേടോ ചമ്മലോ ഒക്കെയാണ്. അതിന്റെയൊക്കെ തിക്തഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഇതെല്ലാം തമാശയായിട്ട് എടുക്കും. ഇപ്പൊ ഒരു നോർമൽ കാര്യം പറയാം. ഒരു പെൺകുട്ടി ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഒരു പെൺകുട്ടി എന്നോട് പറയാണ്, മേഘ, എനിക്ക് തോന്നുന്നു ഞാനൊരു ലെസ്ബിയനാണ് എന്ന് തോന്നുമ്പോൾ എനിക്ക് ആണോ, നല്ല കാര്യം, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയോ, ഇങ്ങനെ ആയിരിക്കും ഞാൻ അതിനോട് റിയാക്ട് ചെയ്യാം. പക്ഷെ നമുക്കറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ പുരുഷന്മാരെ എടുത്ത് നോക്കുക. ആരെങ്കിലും വന്നിട്ട് രഞ്ജിത്തിനോടെന്നല്ല ഒരു പുരുഷനോട് പറയാണ്, എടാ ഐ തിങ്ക് ഐ എം എ ഗേ എന്ന് പറയുമ്പോൾ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരിക്കും? ദിസ് ഇസ് ദ പ്രോബ്ലം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സിനെ പോലും അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പുരുഷന്മാർക്ക് ഒരു ബെറ്റർ ലൈഫ് വേണമെന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ ആദ്യം നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തണം. അപ്പോ മേഘ പറഞ്ഞു വരുന്നത് സ്ത്രീകളെ കുറച്ച് അപ്ഡേറ്റ് ആയി, പക്ഷെ ഈ കാലഘട്ടത്തിനനുസരിച്ച് പുരുഷന്മാർ അപ്ഡേറ്റ് ആയിട്ടില്ല. സ്ത്രീകളല്ല, ഞാൻ ഈ പറഞ്ഞ എല്ലാം റിലേറ്റീവ് ആണ്. ഇപ്പൊ പുരുഷന്മാരും അങ്ങനത്തെ ആൾക്കാരുണ്ട്, സ്ത്രീകളും അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ ജെൻഡർ വൈസ് എന്തിനാണ് പറയുന്നത്? പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനറലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം അതാ. എന്തിനു ജനറലൈസ് ചെയ്യണം? ഇപ്പൊ ഒരുപാട് ഇപ്പം ഫാമിലി ലൈഫിൽ തന്നെ കൂടുതലും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് ഫാമിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. പറയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ പോയിന്റിലെത്തി. എന്തുകൊണ്ട് പറയുന്നില്ല? പറയാൻ എന്താണ് മടിയാണോ? എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊച്ചാവോ, ഞാൻ എന്റെ ഭാര്യയെക്കാള് താഴ്ന്ന ഒരാളാവും എന്നുള്ള തോട്ടിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. സിസ്റ്റം അങ്ങനെയാണ് വന്നത്. അപ്പൊ സിസ്റ്റം ആദ്യം പൊളിച്ചെഴുതേണ്ടത് സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടോ എന്നല്ല, പുരുഷന് വേണ്ടി എന്തുകൊണ്ട് സംസാരിക്കാൻ ആളില്ല എന്ന് വേണം ചിന്തിക്കാൻ. പുരുഷന്മാര് കൂടുതലും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലേ? തോന്നുന്നില്ല. അങ്ങനെ തോന്നാൻ കാരണം
മിക്ക സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരിക്കലുമല്ല. ഒരു ജനറലി ഒരു വിഷയത്തെ പറ്റി നോക്കിയാലും നമ്മുടെ പേഴ്സണലി ഒരു കാര്യം എടുത്ത് നോക്കിയാലും എല്ലാ കാലത്തും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ സ്ത്രീകളാണ് ഉണ്ടായിട്ടുള്ളത്. പുരുഷന്മാരില്ല എന്നല്ല പറയുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. പക്ഷെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കും. ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പുരുഷന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവന്റെ കമന്റ് ബോക്സിൽ എന്തോ നീ പാവാട, നീ മറ്റേ അടിപ്പാട അടിപ്പാവാട കഴുകി അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പുരുഷന്മാരെ സമ്മതിക്കാത്ത പുരുഷന്മാരുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഇതിപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനല്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് എന്റെ ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ട് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ തന്നെ ഉണ്ട്. പക്ഷെ അവരെക്കാളും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകളെ അനുകൂലിക്കുന്ന പുരുഷന്മാരെയാണ്. അതായത് ഇപ്പോ ഈ പറയുന്ന ഈ അപ്ഡേഷനെ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വ്യാപിക്കാൻ സമയം എടുക്കും. പക്ഷെ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ഈ സമയം എടുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ ഒരു വിഷയത്തെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്ത് വിഷയത്തിലാണ്? സ്ത്രീകളുടെ സൈഡ് മാത്രം നിങ്ങൾ നോക്കുന്നുള്ളൂ. കാരണം സ്ത്രീകളാണ് അരികുവൽക്കരിക്കപ്പെടുന്നത്. അവർക്കാണ് എല്ലാ കാലത്തും പ്രിവിലേജുകൾ കുറവുള്ളത്. ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് പ്രിവിലേജ് കുറവാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ മേഘ തന്നെ പറഞ്ഞിരുന്നത് സ്ത്രീകൾക്ക് ശക്തിയില്ല എന്നുള്ളതാണ്. ഇതാണ് പുരുഷന്റെ പ്രശ്നം. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ രഞ്ജിത്ത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു. അവിടെയാണ് പ്രിവിലേജ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ശക്തിയില്ല എന്നല്ല. ഇതിന്റെ അർത്ഥം പോലും മനസ്സിലാകാത്തതാണ് പ്രശ്നം. ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സ്ത്രീ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ വളച്ചൊടിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സംഭവിക്കുന്നില്ലേ? തിരിച്ച് ഉറപ്പായിട്ടും ഇത് ലോകമല്ലേ? ഒരു വലിയൊരു സൊസൈറ്റിയിലെ ഏത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഈ ജനറലി നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അതിനെ വളച്ചൊടിക്കാൻ, സ്ത്രീ അബലയാണെന്ന് പറയാൻ ഒരു 100 പുരുഷന്മാർ ഇറങ്ങി വരും. ഓക്കെ, ഇപ്പൊ മേഘ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ, ഇല്ലേ? ആരുണ്ടാക്കി വെച്ച സിസ്റ്റം? ആ സിസ്റ്റം ഉണ്ടാക്കിയത് പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരുണ്ടാക്കി വെച്ച പാട്രിയാർക്കൽ സിസ്റ്റം തന്നെയാണ് നിങ്ങൾക്ക് തിരിഞ്ഞു കൂത്തുന്നത്. അത് എന്ന് മാറണമെന്ന് പുരുഷന്മാർ തന്നെ ചിന്തിക്കണം. അതായത് പണ്ട് കാലങ്ങളിൽ ഇപ്പൊ പറയുന്ന ഏറ്റവും കൂടുതൽ വീട്ടുജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. അതെങ്ങനെ വന്നു? പണ്ട് കാലങ്ങളിൽ വേട്ടയാടലും അങ്ങനെയുള്ള കഠിനാധ്വാനം ചെയ്യേണ്ട ജോലികളായിരുന്നു. റിസ്ക് എടുത്ത് പുരുഷന്മാർ പുറത്തിറങ്ങി. സ്ത്രീകൾ അപ്പൊ വെറുതെ ഇരുന്നില്ല, അവര് പഴവർഗ്ഗങ്ങളും സാധനങ്ങളൊക്കെ അവർ ശേഖരിച്ചു. രഞ്ജിത്തിന്റെ അല്ല, മേഘയുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ വേട്ടയാടാൻ പോകില്ലായിരുന്നു. പക്ഷെ വീട്ടിൽ അമ്മൂമ്മ തന്നെയാ കറി വെച്ചോണ്ടിരുന്നത്. അതെന്തുകൊണ്ടാ? അപ്പൂപ്പന് വേട്ടയാടാൻ പോകണമെന്നുള്ളതുകൊണ്ടാണ്. അത് പാട്രിയാർക്കൽ സിസ്റ്റം. അത് വന്ന് അതായത് ഇപ്പൊ സിസ്റ്റം ബ്രേക്ക് ചെയ്യേണ്ടത് ആരാണ്? ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ, ബ്രേക്ക് ചെയ്യപ്പെടണം. ഞാൻ അതാ പറഞ്ഞത്. ഇപ്പൊ പുരുഷന്മാരുണ്ടാക്കിയ ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ലോകം പുരുഷന്റെ കയ്യിലാണെന്ന് തന്നെ പറയാം. അവരാണ് നിയന്ത്രിക്കുന്നതും എടുക്കുന്നതെല്ലാം. അവരുണ്ടാക്കിയ ചില റൂൾസിന്റെ കീഴിലാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ഈ മെഷീൻസോ കാര്യങ്ങളൊന്നുമില്ല, ജോലികൾ ഭയങ്കര ഹാർഡായിരുന്നു. ആ ടൈമിൽ പുരുഷന്മാർ അവരുടെ പേശികൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളെക്കാളും കൂടുതൽ കരുത്തുണ്ടായത് കൊണ്ട് തന്നെ അവർ കായികമായിട്ടുള്ള അധ്വാനങ്ങളിലേക്ക് ഇറങ്ങി. അതിനുശേഷം മെഷീൻസ് ഒക്കെ വന്നതിന് ശേഷമാണ് സ്ത്രീകൾ കുറച്ചുകൂടെ ഒക്കെ ജോലിയിൽ വന്നു തുടങ്ങിയത്. ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു നിലയിൽ എത്തിയപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഇത്, അതായത് പണ്ട് ഓരോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പോലെ ആയിരുന്നു ജീവിതം സ്ത്രീകളുടെ. ഇപ്പം അച്ഛൻ നോക്കിക്കൊണ്ടിരുന്നു, അതിനുശേഷം ഭർത്താവ് നോക്കണം, ഭർത്താവിൻ്റെ കീഴിലായിരിക്കണം. അതിനുശേഷം അവരെ എപ്പോഴും ആരുടെയെങ്കിലും കീഴിൽ കിടന്നിട്ടാണ് അവർ ചെയ്ത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അവരെന്താ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് സ്വന്തം കാര്യം നിൽക്കാൻ പറ്റുന്നുണ്ട്, എങ്ങനെയാണ് സൊസൈറ്റി എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ഒരു സ്ത്രീ ചൂസ് ചെയ്യും. ഇത് വേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഈ പുരുഷന്മാരെ എന്തോ ഈ അന്യഗ്രഹ ജീവികളെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ്. അതിന്റെ ആവശ്യമില്ല. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയും. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ എന്താണ് ഒരു പുരുഷനെ എന്തുകൊണ്ട് ഭയക്കണം എന്ന് വെച്ചാൽ, ഒരു 100 പേര് ഈ റൂമിൽ എനിക്ക് പരിചയമില്ലാത്ത നിങ്ങളോ എൻ്റെ കൊളീഗ്സോ എൻ്റെ ഫ്രണ്ട്സോ അല്ലാത്ത 100 പുരുഷന്മാർ ഇതിനകത്ത് നിൽക്കുന്നു. ഞാൻ ഈ വാതിൽ തുറന്ന് അകത്തേക്ക് വരികയാണ്. ഇതിലേത് പുരുഷനെയാണ് ഞാൻ വിശ്വസിക്കുക? ഈ 100 പുരുഷന്മാരെ എനിക്കൊരു ഭയം തോന്നില്ലേ? തോന്നും. അപ്പൊ ഈ തോട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഈ പുരുഷന്മാരെല്ലാം ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? അതെന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, പണ്ട് നടന്ന സംഭവങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, വാർത്തകളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. സമൂഹമാണ് സ്ത്രീയെ ഇങ്ങനെ പേടിക്കാൻ, ആ പേടിയെ ഡിഫെൻഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാനും ആ ഒരു രീതിയിൽ എത്തിച്ചത്. പുരുഷന്മാർ ഇത് അനുഭവിക്കുന്നുണ്ട്.
അത് പറയില്ല. നമ്മൾ ആ പോയിന്റിലേക്കാണ് വരുന്നത്. ഒരു സ്ത്രീ ലൈംഗിക ആക്രമണത്തിന് ഇരയായി എന്നുള്ള വാർത്ത വന്നാൽ അതിന്റെ കമന്റ് ബോക്സിൽ അവൾ എന്തിനാ അവിടെ പോയത്, അവൾ എന്ത് ഡ്രസ്സാ ഇട്ടത്, നമ്മൾ വിചാരിക്കും ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ ഇങ്ങനെ പറയുന്നത്. അല്ല, ഇപ്പോഴും ഇങ്ങനെ പറയുന്നത്. അതെ, ആ കുട്ടി എന്തിനാണ് രാത്രി 10ാമത്തെ നിലയിൽ പോയത്, അവൾ വെറുതെ പോയതായിരിക്കും, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ആർക്കുമില്ല. ഇങ്ങനെയാണ് കമന്റുകൾ വരിക. തിരിച്ച് ഒരു പുരുഷനെ ഒരു സ്ത്രീ ലൈംഗികമായി ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നാൽ അതിന്റെ കമന്റ് ബോക്സ് എന്താണ്? അവന്റെ ഭാഗ്യം, അവന്റെ ഒക്കെ ഒരു സമയം. ആദ്യം പുരുഷന്മാരുടെ വാല്യൂ പറഞ്ഞ് നിങ്ങൾ ആ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ഈ ലൈംഗികത എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് എൻജോയ് ചെയ്യാനുള്ള മാത്രമായിട്ടുള്ള സാധനമായിട്ട് കാണരുത്. അത് പറയുന്നില്ല, അങ്ങനെ ലൈംഗികത അങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ആണുങ്ങളും ഉണ്ട്. അതെ, ഈ പറഞ്ഞ പുരുഷന്മാരുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് പുരുഷന്മാരാണ്. നിങ്ങൾ എപ്പോ ആ ക്വാളിറ്റി കുറച്ചു കൊണ്ടുവരും, അപ്പോ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ആളില്ലാതെ ആയി പോകും. അതെ, ക്വാളിറ്റി ഉള്ള ചിന്തകളും അതേ രീതിയിലുള്ള പ്രവൃത്തികളും ആയിരിക്കണം. ഞാൻ ആ വിഷയം തന്നെ സംസാരിക്കുന്നു. പക്ഷെ ഈ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അമിതമായിട്ടുള്ള ആരും മറച്ചു വെക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുരുഷന്മാർ പലതും പുറത്ത് പറയാൻ ഞാൻ പറഞ്ഞത് അങ്ങനല്ല. ഇതിപ്പോ റീച്ചിന് വേണ്ടിയിട്ട് ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതനുസരിച്ച് സ്ത്രീ അനുകൂലികൾ മാത്രം അത് കൂടുതൽ റീച്ച് കിട്ടുന്ന വീഡിയോസ് അനുസരിച്ച് അവർ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവര് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ മടി കാണിക്കും. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുടെ റീച്ച് രഞ്ജിത്ത് കാണുന്നില്ലേ? രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് പേജ് എടുത്ത് നോക്കി നോക്കൂ, അതിന്റെ റീച്ചൊക്കെ രാഹുൽ ഈശ്വർ ഇപ്പൊ അത് മാത്രമല്ല സംസാരിക്കുന്നത്, അത് സംസാരിക്കുന്നത് അല്ല, എല്ലാത്തിന്റെ ഒരു ബേസിക് ടോൺ എന്ന് പറയുന്നത് പാട്രിയാർക്കി തന്നെയാണ്. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് തന്നെ. ഈ പറഞ്ഞ അൽഗോരിതം ഒന്നും അല്ല എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പം ഞാൻ കണ്ടു കുറേ ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് ആ വീഡിയോ. ഈ 1 മണിക്കൂർ മൊത്തത്തിൽ സ്ത്രീകൾ അനുഭവിച്ച വിഷമങ്ങളുടെ കാര്യങ്ങൾ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ അതിന് നോക്കിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സൈഡ് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും. 2 സൈഡ്, അമ്മയെ തല്ലിയ 2 സൈഡും സംസാരിക്കുന്ന നാടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ പുരുഷന് വേണ്ടി സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാകും. സംസാരിച്ചോട്ടെ. എന്തായാലും എനിക്കൊരു കാര്യം പറയുള്ളൂ, ഇപ്പൊ സ്ത്രീകൾക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു, അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്കും വേണ്ട, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇല്ലേ, നമ്മളങ്ങനെ മുന്നിട്ട് കല്യാണം കഴിക്കുന്നവര് കല്യാണം കഴിക്കുക, വേണ്ട എന്നുള്ളവര് വേണ്ടെന്ന് വെക്കുക. പെണ്ണ് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് പുറകെ നടക്കരുത് പ്ലീസ്, നാണക്കേടാ.